20 വർഷത്തിന് ശേഷം ഗുരുവായൂരിലേക്ക്. 20 വർഷം എന്ന് പറഞ്ഞാൽ വലിയ കാലയളവായല്ലേ. ഞാനല്ല, എൻ്റെ ഏച്ചിയാണ്. ഞാൻ ഈയിടക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ. അപ്പം നമ്മളെല്ലാവരും നിതാനുവിൻ്റെ ചോറൂണിന് ഗുരുവായൂരിലേക്ക് പോവാണ്. ഇനി നമുക്ക് ചോറും കൂട്ടി അടിക്കാലോ എന്നുള്ള ഹാപ്പിനെസ്സിലാണ് നിതാൻ. അങ്ങനെ പകുതി വഴിക്ക് എത്തിയപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫ്രൈഡ് റൈസും പനീറും ഒക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. കുറച്ചു നേരം ചെക്കന് നിഖിലാൻ്റെ കയ്യിൽ കൊടുത്ത് ചില്ല് ചെയ്യാൻ വിട്ടു. എന്തായാലും നമുക്ക് ഭാവിയിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആയല്ല. അതിനുശേഷം വണ്ടി ഓടിച്ച് തളർന്നുകൊണ്ട് തന്നെ ഒരു ചായയും സമൂസയും കൂടി കഴിച്ചു. അങ്ങനെ രാവിലെ 11 മണിക്ക് പുറപ്പെട്ട നമ്മൾ കൃത്യം 8 മണിയാകുമ്പോൾ ഹോട്ടലിലെത്തി. കൃഷ്ണവത്സം റിജൻസിയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാനും നിഖിലേട്ടനും വന്നപ്പോൾ സെയിം സ്ഥലത്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കണ്ണന്റെ വിഗ്രഹമുണ്ട്. കണ്ണന്റെ വിഗ്രഹം കണ്ട മുതൽ നിതാൻ ഒടുക്കത്തെ നാണം, ഒരുമാതിരി പെമ്പിള്ളറെ കാണുന്ന പോലെ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. ഏകദേശം എല്ലാവരും ബാസന്തി ലുക്കായിട്ടുണ്ട് ക്ഷീണിച്ചിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു റൂം ടൂറും കൂടി കാണിച്ചു തരാം. നമ്മൾ 2 റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റൂം വരുന്നത്. ഒരു ചെറിയ ക്യൂട്ട് റൂമാണ്. ഒരു ഡബിൾ ബെഡും സോഫയും പിന്നെ അതുപോലെ തന്നെ ചെയറും ടിവിയും ചെറിയൊരു മിനി ബാറും കെറ്റിലൊക്കെയാണ് വരുന്നത്. മിനി ബാറിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വാർഡ്രോബും ഈ ഒരു മിററും വരുന്നുണ്ട്. ഈ ഒരു മിറർ ഇല്ലതുകൊണ്ട് മാത്രമാണ് പിന്നെയും ഞാൻ ഈ റൂം എടുക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് വീഡിയോസ് എടുക്കാമല്ലോ. പിന്നെ ഇതാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൽ ഒരു ഫോൺ ഉണ്ട്. ഫോൺ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ പെട്ടെന്ന് റിസപ്ഷനിലേക്ക് വിളിക്കാനായിരിക്കും. പിന്നെ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ നാളെ ഗുരുവായൂരിൽ വെച്ച് കാണാം.